ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ധാരാളം മാറ്റങ്ങളും വലിയ പരിണാമങ്ങളും പല ലോകാവസാനങ്ങളും സംഭവിച്ചു കഴിഞ്ഞ ഒരുപാട് പഴക്കം ചെന്ന ലോകമാണ് നമ്മുടെ ഭൂമി. അനേകം കാലഘട്ടങ്ങൾ ഇതിനോടകം കടന്നുപോയി കഴിഞ്ഞു. വെറും പൊടിപടലം മാത്രമായിരുന്ന കാലം, ഉപരിതലം മുഴുവൻ ലാവയൊഴുകി ചുട്ടുപഴുത്ത് തീഗോളമായിരുന്ന കാലം, ഉപരിതലം മുഴുവൻ മഞ്ഞുമൂടി ഒരു മഞ്ഞുകട്ടയായി മാറിയ കാലം, ഒരു ജീവൻ പോലുമില്ലാതെ ശൂന്യമായി കിടന്നിരുന്ന കാലം, ദശലക്ഷക്കണക്കിന് വർഷക്കാലത്തോളം തോരാതെ മഴ പെയ്തിരുന്ന കാലം, ഭീകരജീവികൾ അധിവസിച്ചിരുന്ന കാലഘട്ടം, നമ്മൾ മനുഷ്യർ ഈ ഭൂമിയെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടം. അങ്ങനെ കടന്നുപോയ 450 കോടി വർഷങ്ങൾ. ഈ നീണ്ട കാലഘട്ടങ്ങൾക്കിടയിൽ 5 ലോകാവസാനങ്ങളും സംഭവിച്ചു. ഒരു ദിവസം ഇന്ന് ജീവനോടെ ഇരിക്കുന്ന നമ്മളടക്കം എല്ലാവരും മൺമറിഞ്ഞു പോകും. ഒരു ദിവസം ഭൂമി കടുത്ത ഇരുട്ടിലാഴ്ത്തപ്പെടും. ഒരു ദിവസം ഇന്ന് ഭൂമിയിലുള്ള സകലതും ഇല്ലാതെയാകും. ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല, ഭയപ്പെടുത്തുന്നതിനു വേണ്ടി പറയുന്ന കഥയുമല്ല. നമ്മുടെ ഭൂമിക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സത്യം മാത്രമാണ്. ലോകാവസാനം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ശാസ്ത്രം പറയുന്ന ഭീതിജനകമായ സാധ്യതകൾ, ഇതെപ്പോൾ സംഭവിക്കും എന്ന കണക്ക് കൂട്ടലുകൾ, മനുഷ്യന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ, ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. ജീവിക്കാൻ ആവശ്യമായ ജീവവായുവും ജലവും നൽകുന്ന നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വർഗസമാനമായ ഭൂമി എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ധാരാളം മാറ്റങ്ങളും വലിയ പരിണാമങ്ങളും പല വംശനാശങ്ങളും സംഭവിച്ചു കഴിഞ്ഞ ഒരുപാട് പഴക്കം ചെന്ന പുരാതന ലോകമാണ് നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉത്ഭവിച്ചതിൻ്റെ 1% ജീവൻ മാത്രമേ ഇന്ന് ഭൂമിയിലുള്ളൂ. ബാക്കിയുള്ള 99% ജീവനും കഴിഞ്ഞുപോയ വംശനാശങ്ങളിലൂടെ ഇല്ലാതെയായി. 360 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ച ആദ്യത്തെ ഏകകോശ ജീവി മുതൽ ഭീകരന്മാരായ ദിനോസറുകൾ വരെ ഓരോ കാലഘട്ടങ്ങളിലും സംഭവിച്ച ലോകാവസാനങ്ങളോടെ ഇല്ലാതെയായി. ഭൂമിയുടെ ഈ കടന്നുപോയ 450 കോടി വർഷക്കാലത്തെ വലിയ ചരിത്രത്തിൽ മാസ് എക്സ്റ്റൻഷനുകൾ എന്നറിയപ്പെടുന്ന 5 ലോകാവസാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവൻറ്റ്, ഓർഡോവിഷൻ മാസ് എക്സ്റ്റൻഷൻ, ഡിവോണിയൻ മാസ് എക്സ്റ്റൻഷൻ, പെർമിയൻ ട്രയാസിക് എക്സ്റ്റൻഷൻ, ട്രയാസിക് മാസ് എക്സ്റ്റൻഷൻ, ക്രിറ്റീഷ്യസ് പാലിയോജീൻ മാസ് എക്സ്റ്റൻഷൻ എന്നിവയാണ് കടന്നുപോയ 5 ലോകാവസാനങ്ങൾ അഥവാ മാസ് എക്സ്റ്റൻഷനുകൾ എന്നറിയപ്പെടുന്ന വലിയ വംശനാശങ്ങൾ. 6ാമത്തെ മാസ് എക്സ്റ്റൻഷൻ എന്ന വലിയ വംശനാശം വരാൻ പോവുകയാണ്. ഇതോടെ സ്വർഗസമാനമായ നമ്മുടെ ഈ ഭൂമി പരിപൂർണമായും നശിച്ചു പോകും. കഴിഞ്ഞുപോയ 5 ലോകാവസാനങ്ങളും എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ആദ്യം കാണാം. ഏകദേശം 360 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. ഇപ്പോൾ ഭൂമി രൂപം കൊണ്ടിട്ട് ഏകദേശം 100 കോടി വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യത്തേതുപോലെ തന്നെ അപ്പോഴും ഭൂമിയിൽ നിരന്തരം ഉൽക്കകൾ വന്ന് പതിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഉൽക്കകളും വന്ന് വീഴുന്നത് സമുദ്രജലത്തിലാണ്. ഉൽക്കകളിലുള്ള ധാതുക്കളും വാതകങ്ങളും അമിനോ ആസിഡുകളുമെല്ലാം വെള്ളത്തിൽ ലയിച്ചു ചേർന്നു. നാളുകൾ കഴിയുന്തോറും അത് ഭൂമിയിലെ സമുദ്രം മുഴുവൻ പരന്നു. ധാതുക്കളും രാസവസ്തുക്കളും മൂലം ജലം മുഴുവൻ കെമിക്കൽ ലായനി പോലെയായി മാറി. ഈ ധാതുക്കളെല്ലാം കൂടിച്ചേർന്ന് 360 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആദ്യമായി ജീവന്റെ കണികകളുണ്ടായി. എന്നാൽ അന്ന് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന മറ്റു വാതകങ്ങൾ ഉപയോഗിച്ചാണ് ഭൂമിയിലെ ആദ്യത്തെ ജീവൻ നിലനിന്നത്. അനൈറോബസ് എന്ന ഒരുതരം ഏകകോശ ജീവികളായിരുന്നു അവ. ഭൂമിയിലെ ജീവന്റെ ആദ്യത്തെ രൂപമായ അനൈറോബസ് എന്ന ഏകകോശ ജീവികൾക്ക് ജീവൻ നിലനിർത്തുന്നതിന് പ്രകാശം അത്യാവശ്യമായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ ജീവൻ ഉത്ഭവിച്ചത് ജലത്തിനുള്ളിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ പ്രകാശത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ആഴക്കടലുകളിൽ അവയ്ക്ക് ജീവിക്കുവാൻ സാധ്യമായിരുന്നില്ല. അവ കൂടുതലും കാണപ്പെട്ടിരുന്നത് തീരപ്രദേശങ്ങളിലായിരുന്നു. തീരപ്രദേശങ്ങളിൽ സൂര്യനിൽ നിന്നും ഭൂമിക്കടിയിലുള്ള ധാതുക്കളിൽ നിന്നും ഊർജം കണ്ടെത്തി അവർ ജീവിച്ചു. അങ്ങനെ കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. 20 കോടി വർഷങ്ങൾ കഴിഞ്ഞു. 20 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും
ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയകൾ ഭൂമിയിൽ രൂപം കൊണ്ടു. പ്രകാശ സംശ്ലേഷണമെന്ന ഈ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെടുന്നത് ഓക്സിജനാണ്. ആർക്കിയൻ യുഗത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഈ ബാക്ടീരിയകൾ സമുദ്രങ്ങളിൽ മുഴുവൻ വ്യാപിച്ചു. അന്തരീക്ഷം മുഴുവൻ ഓക്സിജൻ നിറയാൻ തുടങ്ങി. അന്ന് അന്തരീക്ഷത്തിൽ കൂടുതലുണ്ടായിരുന്നത് മീഥൈൻ വാതകമായിരുന്നു. ഈ മീഥൈൻ വാതകം മൂലമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് തങ്ങി നിന്നിരുന്നത്. എന്നാൽ ഓക്സിജൻ നിറഞ്ഞതോടെ ഓക്സിജനും മീഥൈനും തമ്മിൽ കൂടിച്ചേരുകയും രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡും ജലവും രൂപം പ്രാപിക്കുകയും ചെയ്തു. അതോടെ മീഥൈൻ്റെ അളവ് ഗണ്യമായി കുറയാൻ തുടങ്ങി. അങ്ങനെ മീഥൈൻ്റെ അഭാവത്തിൽ ഭൂമി വീണ്ടും തണുത്തു. ഈ വലിയ മാറ്റങ്ങളുടെ ഫലമായി ഓക്സിജൻ അല്ലാതെ മറ്റു വാതകങ്ങൾ ഉപയോഗിച്ചിരുന്ന അനേറോബിക് ജീവികൾക്കെല്ലാം വംശനാശം സംഭവിച്ചു. അങ്ങനെ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയകൾ മൂലം ഭൂമിയുടെ ചരിത്രത്തിൽ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവൻ്റ് എന്ന ആദ്യത്തെ വംശനാശം സംഭവിച്ചു. ഇതോടെ 150 കോടി വർഷക്കാലത്തോളം നീണ്ടുനിന്ന ആർക്കിയൻ യുഗം അവസാനിച്ചു. ഏകദേശം 54 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. ഭൂമിയെ അടിമുടി മാറ്റിമറിച്ച് പുതിയൊരു ഗ്രഹമാക്കി മാറ്റിയ ഫെനറോസോയ് യുഗം ആരംഭിച്ചു. ഈ യുഗത്തിലെ ആദ്യത്തെ 300 കോടി വർഷത്തെ പാലിയോസോണിക് എറ എന്നാണ് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ കീറിമുറിക്കപ്പെട്ട ഭൂമിയുടെ ഉപരിതലം മുഴുവൻ പരസ്പരം കൂടിച്ചേരാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയുടെ കരഭാഗം കൂടുതലും കൂടിച്ചേർന്ന് ഗോണ്ടുവാന എന്ന വലിയ ഭൂഖണ്ഡം രൂപം കൊണ്ടു. ജീവൻ ജലത്തിൽ നിന്നും കരയിലേക്ക് കയറി തുടങ്ങി എങ്കിലും അവയെല്ലാം തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവയായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ജലത്തിൻ്റെ സാന്നിധ്യമുള്ള തീരപ്രദേശങ്ങളിൽ മണ്ണിൽ നിന്നും സസ്യങ്ങൾ മുളച്ചു പൊങ്ങാൻ തുടങ്ങി. ജലത്തിൽ ഉത്ഭവിച്ച ജീവൻ ഈ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സമുദ്രത്തിനുള്ളിൽ വലിയ തോതിൽ സങ്കീർണമായി പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 55 കോടി വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർണമായ ബഹുകോശ ജീവികൾ സമുദ്രത്തിനുള്ളിൽ രൂപം പ്രാപിച്ചു. കടലിൻ്റെ അടിഭാഗത്ത് മുളച്ചു പൊങ്ങുന്ന സസ്യങ്ങളെ ചുറ്റിപ്പറ്റി അവ ജീവിച്ചു. കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയിൽ ഓക്സിജന്റെ അളവ് അമിതമായി വർദ്ധിക്കുന്നതിനോടനുസരിച്ച് വലിപ്പമുള്ള വലിയ ജീവികളായി അവയെല്ലാം പരിണമിച്ചു. ഏകദേശം 52 കോടി വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിനടിയിൽ ജീവിച്ചിരുന്ന വിചിത്ര ജീവിയാണ് അനോമിലോക്യാരിസ്. വലിപ്പമേറിയ കണ്ണുകളും ധാരാളം പല്ലുകളോടുകൂടിയ വളഞ്ഞ കൊമ്പുകളുമുള്ള ഈ ഭീകരജീവിയുടെ നീളം 2 മീറ്ററിലും കൂടുതലായിരുന്നു. അക്കാലത്തെ കടലിലെ വലിയ വേട്ടക്കാരനായിരുന്നു ഇവൻ. കടലിനടിയിൽ ജീവിച്ചിരുന്ന 1.5 ഇഞ്ച് മാത്രം നീളമുള്ള നട്ടെല്ലുള്ള പിക്കായെ എന്ന ജീവിയാണിത്. ഒരുപക്ഷെ നട്ടെല്ലുള്ള ആദ്യത്തെ ജീവികളിൽ ഒന്നായിരിക്കാം പിക്കായെ. ഇതിനു പുറമെ ചിപ്പികളെപ്പോലുള്ള ബ്രാക്കിയോപോഡ്സ്, പലതരത്തിലുള്ള മത്സ്യങ്ങൾ, അങ്ങനെ സമുദ്രത്തിൽ ധാരാളം ജീവജാലങ്ങളുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ഗോണ്ടുവാന എന്ന വലിയ ഭൂഖണ്ഡം 2ആയി പിളരുകയും അത് പിന്നീട് പല ചെറിയ ചെറിയ ഭൂഖണ്ഡങ്ങളായി മാറി ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ ഭൂമിയിൽ സംഭവിച്ചു. ഇതിനോടൊപ്പം ബഹിരാകാശത്ത് സംഭവിച്ച വലിയ സൂപ്പർനോവയിൽ നിന്നും മാരകമായ റേഡിയേഷനുകൾ ഭൂമിയിൽ പതിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായി ഭൂമിയിൽ വലിയ വംശനാശം സംഭവിച്ചു. ഓർഡോവിഷൻ മാസ് എക്സ്റ്റൻഷൻ എന്ന ഈ വലിയ വംശനാശത്തിലൂടെ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന 85% ജീവനും നശിച്ചുപോയി. ഈ വംശനാശത്തിനു ശേഷം ഏകദേശം 45 കോടി വർഷങ്ങൾക്ക് മുമ്പ് കരയിൽ സങ്കീർണമായ രീതിയിൽ ജീവൻ പരിണമിച്ചു തുടങ്ങി. മണ്ണിരയെ പോലെയുള്ള നീമോഡെസ്മസും കാബിസാരീസുമാണ് ആദ്യം കരയിലെത്തിയത്. ഏകദേശം 40 കോടി വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിനുള്ളിൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ജീവികൾ പരിണമിച്ചു. ലോഫിൻ എന്ന മീനുകളിൽ നിന്നുമാണ് അവ രൂപം കൊണ്ടത്. അവരുടെ കട്ടിയേറിയ ചിറകുകൾ കാലുകളായി മാറി. അങ്ങനെ വെള്ളത്തിൽ നീന്തുവാനും കരയിലൂടെ നടക്കുവാനും കഴിവുള്ള ടെട്രാപ്ലോഡ്സ് എന്ന ജീവികളായി അവ പരിണമിച്ചു. തങ്ങളുടെ കാലുകൾ ഉപയോഗിച്ച് അവ ജലത്തിൽ നിന്നും കരയിലേക്ക് കയറി. എന്നാൽ കരയിൽ അധിക സമയം ജീവിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അവർ തിരികെ വെള്ളത്തിലേക്ക് തന്നെ പോയി എങ്കിലും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അവർ കരയിൽ ജീവിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെയാണ് കരയിൽ വലിയ തോതിൽ സങ്കീർണമായ ജീവജാലങ്ങൾ വ്യാപിച്ചു തുടങ്ങിയത്. തീരപ്രദേശത്ത് നിന്നും കരഭാഗങ്ങളിലേക്ക് ആദ്യമായി സസ്യങ്ങൾ വളർന്നു തുടങ്ങിയതും ഇതേ സമയത്ത് തന്നെയാണ്.
കരയിലും വെള്ളത്തിലും വലിയ പരിണാമങ്ങൾ സംഭവിക്കുന്ന ഈ സമയത്താണ് ഭൂമിയിലെ ശിലാഫലകങ്ങളുടെ ചലനം മൂലവും വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ മൂലവും കാലാവസ്ഥാ വ്യതിയാനം മൂലവും ഭൂമിയിൽ അടുത്ത വലിയ വംശനാശം സംഭവിച്ചത്. ഒരു വർഷക്കാലത്തോളം നീണ്ടുനിന്ന ആ വലിയ വംശനാശത്തെ ഡിവോണിയൻ മാസ് എക്സ്റ്റിൻഷൻ എന്നാണ് പറയുന്നത്. അന്ന് കരയിലും വെള്ളത്തിലും ജീവിച്ചിരുന്ന 75% ജീവനുകളും നശിച്ചുപോയി. ഈ വലിയ വംശനാശത്തിന് ശേഷമാണ് ഭൂമിയിൽ വലിയ തോതിൽ വനങ്ങൾ വളരാൻ തുടങ്ങിയത്. അന്നത്തെ അന്തരീക്ഷത്തിൽ 31% ഓക്സിജൻ മാത്രമായിരുന്നു. ഇന്നത്തെ ഓക്സിജനേക്കാളും എത്രയോ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അന്ന് ജീവിച്ചിരുന്ന ജീവികൾക്കെല്ലാം ഭീകരമായ വലിപ്പമുണ്ടായിരുന്നു. അന്ന് കരയിൽ ജീവിച്ചിരുന്നതിൽ കൂടുതലും പ്രാണികളും ഇഴജന്തുക്കളുമാണ്. എന്നാൽ അവയുടെ രൂപം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. ഇന്നത്തെ ഈ കുഞ്ഞൻ ജീവികളെല്ലാം അന്നത്തെ ഭീമൻ ജീവികളായിരുന്നു. ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാണികളായിരുന്ന മെഗാ ന്യൂറോപ്സിസ്, 1 മീറ്ററിലും കൂടുതൽ നീളമുണ്ടായിരുന്ന ഭീമൻ തേളുകൾ, 2.5 മീറ്ററോളം നീളമുണ്ടായിരുന്ന ആർത്രോപ്ലൂറ എന്ന വലിയ അട്ട. ഈ സമയത്ത് കരയിലും ജലത്തിലും വലിയ തരത്തിൽ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യമായി ജലത്തിൽ നിന്നും കരയിലേക്ക് കയറിയ ടെട്രോപ്രോഡ്സിൽ നിന്നും ഉഭയജീവികൾ പരിണമിച്ചു. ഏകദേശം 32.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉഭയജീവികളിൽ നിന്നും ഉരകജീവികൾ രൂപം പ്രാപിച്ചു. പിന്നീട് ഭീമൻ ദിനോസറുകൾ വരെയായി മാറിയ ഈ ഉരകജീവികൾ അന്നത്തെ കുഞ്ഞന്മാരായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഭൂമിയിൽ ചിതറിക്കിടന്നിരുന്ന കരഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്നതും ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൂഖണ്ഡമായി രൂപം പ്രാപിച്ചത്, പാൻജിയ. ഈ വലിയ ഭൂഖണ്ഡം രൂപപ്പെട്ടതോടെ കരയിലുണ്ടായിരുന്ന ജീവികൾ ലോകം മുഴുവൻ വ്യാപിച്ചു. പാലിയോസോണിക് കാലത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഭൂമിയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഉരകജീവികളായിരുന്നു. അവയിൽ 4 മീറ്ററിലും കൂടുതൽ വലിപ്പമുണ്ടായിരുന്ന ഡിമെട്രഡോസ് എന്ന ഉരകജീവിയായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരജീവി. അവരോടൊപ്പം വളരെ വലിപ്പം കുറവായ ഓന്തിനെ പോലുള്ള ജീവികളും ഉണ്ടായിരുന്നു. അനേകം വർഷങ്ങളോളം ഈ ഭൂമി അവരുടേത് മാത്രമായിരുന്നു. ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുമ്പ് വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഫലമായി അന്നേ വരെ ഭൂമിയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വംശനാശമുണ്ടായി. കരയിലും വെള്ളത്തിലുമായി ജീവിച്ചിരുന്ന അനേകം വ്യത്യസ്തങ്ങളായ ജീവവർഗങ്ങൾ അതോടെ എന്നേക്കുമായി ഇല്ലാതെയായി. ഏകദേശം 23 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ കാലാവസ്ഥയിൽ വലിയ തോതിൽ മാറ്റം വന്നു. വറ്റി വരണ്ടിരുന്ന ഭൂമിയിലേക്ക് കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്യാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെയാണ് ഉരകരാജാക്കന്മാരായി മാറിയ ദിനോസറുകൾ ആദ്യമായി രൂപം കൊള്ളുന്നത്. രൂപം കൊണ്ട കാലത്ത് ദിനോസറുകൾ വളരെ ചെറുതായിരുന്നു. ഒരു കുഞ്ഞി പൂച്ചക്കുട്ടിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ഇയറോപ്റ്റസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ദിനോസറുകളാണ് ആദ്യം രൂപം കൊണ്ടത്. പിന്നീട് ആടുകളുടെ അത്രയും വലിപ്പമുള്ള ഹെററാസോറസുകളുണ്ടായി. അങ്ങനെ ആ കുഞ്ഞൻ ദിനോസറുകൾ ഭൂമിയിൽ മുഴുവൻ പെരുകാൻ തുടങ്ങി. അന്ന് പെട്ടെന്ന് സംഭവിച്ച കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുവാൻ അന്ന് ജീവിച്ചിരുന്ന പല ജീവജാലങ്ങൾക്കും സാധിച്ചില്ല. അന്ന് പെയ്തു തുടങ്ങിയ മഴ പെട്ടെന്ന് തോർന്നതുമില്ല. അടുത്ത 20 ലക്ഷം വർഷക്കാലത്തോളം ആ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 20 ലക്ഷം വർഷങ്ങൾ കൊണ്ട് ആ മഴ തോർന്നപ്പോഴേക്കും ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. സമുദ്രങ്ങളിലെല്ലാം വറ്റിപ്പോയ ജലം നിറഞ്ഞു കവിഞ്ഞു. ഭൂമി മുഴുവൻ പച്ചപ്പ് പടർന്നു. ഈ ടെറാസിക് കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഭൂമിയിൽ സസ്തനികളുടെ പൂർവ്വപിതാക്കന്മാർ രൂപം കൊണ്ടു. വളരെ വലിപ്പം കുറവായ സൈനോഡോൺസാണ് സസ്തനികളുടെ പൂർവികർ. ശരീരത്തിൽ ശ്വേതരക്തമുള്ള ജീവികളായിരുന്നു അവ. കാലാവസ്ഥാ മാറ്റങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി അവരുടെ ശരീരത്തിൽ നിറയെ രോമങ്ങളുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും സസ്തനികളുടെ പൂർവ്വപിതാക്കന്മാരായ ഈ സൈനോഡോൺസ് വ്യാപിച്ചു കഴിഞ്ഞു. അന്നുണ്ടായിരുന്ന മറ്റ് ജീവജാലങ്ങളിൽ നിന്നുമെല്ലാം അവർ പിന്നീട് വളരെ വ്യത്യസ്തരായി മാറി. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അവർ ശരീരത്തിനുള്ളിൽ ഭ്രൂണത്തെ വളർത്തി കുട്ടികളെ പ്രസവിച്ച് പാലൂട്ടുന്ന തരത്തിലേക്ക് കാലങ്ങൾ കഴിയുന്തോറും പരിണമിച്ചു. എന്നാൽ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ് മൂലം സസ്തനികളുടെ പൂർവികരിൽ ഭൂരിഭാഗം പേർക്കും
ടെറാസിക് കാലത്തിൽ തന്നെ വംശനാശം സംഭവിച്ചു. എന്നാൽ ആ സമയത്തിനുള്ളിൽ തന്നെ സസ്തനികൾക്ക് പരിണാമം സംഭവിച്ചിരുന്നു. സസ്യബുക്കുകളായ അവർ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഭൂമിയിൽ ഓക്സിജന്റെ അളവ് 20% ഉയരുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുകയും ചെയ്തു. ഇതുപോലൊരു മാറ്റം സംഭവിച്ചതോടെ അന്നത്തെ കുഞ്ഞന്മാരായിരുന്ന ദിനോസറുകൾക്ക് വലിപ്പം വയ്ക്കാൻ തുടങ്ങി. കാലങ്ങൾ കഴിയുന്തോറും അവർ ഭീകര ജീവികളായി മാറി. അന്ന് ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ആർക്കോസോറസുകൾ എന്ന ഭീകര ജീവികളെ കീഴടക്കി ഭൂമിയിൽ എന്നേക്കുമായി അവർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഭൂമിയുടെ ചരിത്രത്തിലെ അടുത്ത വലിയ വംശനാശം സംഭവിച്ചത്. ട്രയാസിക് മാസ് എക്സ്റ്റൻഷൻ എന്ന ആ വലിയ വംശനാശത്തിലൂടെ അന്ന് ആകാശത്തും കരയിലും വെള്ളത്തിലുമായി ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും 90% നശിച്ചുപോയി. ഈ ഒരു വംശനാശം സംഭവിച്ചതോടെ മെസോസോയിക് യുഗത്തിൽ ആദ്യത്തെ 5 കോടി വർഷക്കാലത്തോളം നീണ്ടുനിന്ന ട്രയാസിക് കാലഘട്ടം അവസാനിച്ചു. ഏകദേശം 14.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മെസോസോയിക് യുഗത്തിലെ അവസാനത്തെ 8 കോടി വർഷക്കാലഘട്ടമായ ക്രിറ്റീഷ്യസ് കാലം ആരംഭിച്ചു. ജുറാസിക് കാലം അവസാനിച്ചപ്പോഴേക്കും അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞ് താപനില താണു. പാഞ്ചിയ വിഭജിച്ച് രൂപം കൊണ്ട വലിയ ഭൂഖണ്ഡങ്ങൾ ചെറിയ ഭൂഖണ്ഡങ്ങളായി പിളർന്ന് അകലാൻ തുടങ്ങി. ഈ ക്രിറ്റീഷ്യസ് കാലത്തിൻ്റെ അവസാനമായപ്പോഴേക്കുമാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഈ ഭൂഖണ്ഡങ്ങൾക്കെല്ലാം മാറ്റം വരുന്നത്. ഈ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ തരത്തിൽ സസ്യങ്ങൾ പരിണമിച്ചു. അന്നേ വരെ ഭൂമിയിൽ പുഷ്പങ്ങളും പഴങ്ങളും ഉണ്ടായിരുന്നില്ല. ക്രിറ്റീഷ്യസ് കാലത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായി പഴവർഗ്ഗങ്ങളും പുഷ്പങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ ഭൂമിയിൽ മുഴുവൻ മനോഹരങ്ങളായ പുഷ്പങ്ങൾ നിറഞ്ഞു. അതോടൊപ്പം ധാരാളം പ്രാണിവർഗ്ഗങ്ങളും ചിത്രശലഭങ്ങളും ഉണ്ടായി. അവ ഭൂമി മുഴുവൻ പെരുകി. ഈ ക്രിറ്റീഷ്യസ് കാലത്ത് കരയിൽ ജീവിച്ചിരുന്ന അതിഭീകരന്മാരായ ദിനോസറുകൾ ടീറക്സുകളും ട്രൈസെറാഡോർസും അർജന്റീനോസോറസുമായിരുന്നു. ഈ കാലഘട്ടത്തിലും ആകാശം മുഴുവൻ ടെറോസോറുകളായിരുന്നു. അതായത് മെസോസോയിക് യുഗം മുഴുവൻ ആകാശത്തെ ഭരിച്ചിരുന്നത് ടെറോസോറുകൾ എന്ന പറക്കുന്ന ഉരകജീവികളാണ്. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭം മുതൽ തന്നെ സസ്തനികൾ വ്യത്യസ്ത തരത്തിലേക്ക് പരിണമിച്ചു തുടങ്ങി. അവയ്ക്ക് ഉയരം വെച്ചു ഇര പിടിക്കുന്ന തരത്തിലേക്ക് അവ പരിണമിച്ചു. അവയ്ക്ക് വലിയ തോതിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിലും ഈ കാലഘട്ടം മുഴുവനും സസ്തനികൾ മാംസബുക്കുകളായ ദിനോസറുകളുടെ ആഹാരമായിരുന്നു. ട്രയാസിക് കാലവും ജുറാസിക് കാലവും എന്ന പോലെ തന്നെ ഈ ക്രിറ്റീഷ്യസ് കാലത്തിലും സമുദ്രങ്ങളെ അടക്കി ഭരിച്ചിരുന്നത് ഭീകര ഉരകജീവികൾ തന്നെയായിരുന്നു. അങ്ങനെ ഭൂമിയുടെ എല്ലാ കോണിലും ജീവൻ വളരെ വ്യത്യസ്തവും സങ്കീർണവുമായ തരത്തിൽ പരിണമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു മെസോസോയിക് യുഗത്തിലെ അവസാനത്തെ കാലഘട്ടമായ ഈ ക്രിറ്റീഷ്യസ് കാലഘട്ടം. എന്നാൽ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥത്തിലെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും 40 കിലോമീറ്റർ വരെ വ്യാസവും 2 മെട്രിക് ടൺ ഭാരവുമുള്ള ഒരു വലിയ ഉൽക്ക ഭൂമിയെ ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തീഗോളമായി മാറി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച അതിൻ്റെ വേഗത മണിക്കൂറിൽ 70,000 കിലോമീറ്ററായി മാറി. മെക്സിക്കോയിലെ വലിയ വനത്തിനുള്ളിൽ അത് ഇടിച്ചിറങ്ങി. ഭൂമി കുലുങ്ങി. ആണവ വിസ്ഫോടനങ്ങളെക്കാളും വലിയ സ്ഫോടനം നടന്നു. അതിൻ്റെ ഫലമായി ക്രിറ്റീഷ്യസ് പാലിയോജീൻ എക്സ്റ്റൻഷൻ എന്ന ഭൂമിയുടെ ചരിത്രത്തിലെ 5ാമത്തെ മഹാവംശനാശം സംഭവിച്ചു. അങ്ങനെ കോടിക്കണക്കിന് വർഷക്കാലത്തോളം ഭൂമിയെ അടക്കി ഭരിച്ചിരുന്ന ദിനോസറുകളടക്കം സകല ഭീകരജീവികളും ഈ വലിയ വംശനാശത്തോടെ മൺമറഞ്ഞുപോയി. അതോടെ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മെസോസോയിക് യുഗം അവസാനിച്ചു. കഴിഞ്ഞുപോയ 5 ലോകാവസാനങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കഴിഞ്ഞുപോയ മാസ് എക്സ്റ്റൻഷനുകളിൽ ഭൂമിയിൽ ഉത്ഭവിച്ച ജീവൻ പരിപൂർണമായും നശിച്ചു പോയിട്ടില്ല. ആ പ്രതികൂലങ്ങളെ പല ജീവജാലങ്ങളും അതിജീവിച്ചു. വീണ്ടും വലിയ വലിയ പരിണാമങ്ങൾ സംഭവിച്ചു. എന്നാൽ ഇനി കാണാൻ പോകുന്നത് ഇതുവരെ കണ്ട ലോകാവസാനങ്ങളല്ല, ഈ ഭൂമിയുടെ സർവനാശമാണ്.
ഭൂമിയിൽ ഉത്ഭവിച്ച സകല ജീവജാലങ്ങളുടെയും അവസാനമാണ്. അടുത്ത 100 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഭൂമി നശിക്കാൻ തുടങ്ങും. ഭൂമിയെ ഇതുപോലെ സ്വർഗസമാനമായ ലോകമാക്കി മാറ്റിയതും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണക്കാരനുമായ സൂര്യനാണ് നമുക്കന്ന് വില്ലനായി മാറുക. സൂര്യൻ്റെ പ്രകാശ തീവ്രത കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയും സൂര്യനും രൂപം കൊണ്ട സമയത്തേക്കാളും ഒരുപാട് കൂടുതലാണ് ഇന്നത്തെ സൂര്യൻ്റെ പ്രകാശ തീവ്രത. ഓരോ 10 വർഷങ്ങൾ കൂടുമ്പോഴും സൂര്യൻ്റെ പ്രകാശ തീവ്രത 1% വെച്ച് വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് ഭൂമി രൂപം കൊണ്ട സമയത്തേക്കാളും 45% കൂടുതൽ പ്രകാശ തീവ്രതയാണ് ഇന്ന് സൂര്യനുള്ളത്. ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും 10%-ഓളം പ്രകാശം കൂടും. ഈ 10% എന്നത് വളരെ ചെറിയൊരളവല്ല. അടുത്ത 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്രത്തോളം പ്രകാശ തീവ്രത കൂടുന്നത് കൊണ്ട് സൂര്യന് ചുറ്റിലും സ്ഥിതി ചെയ്യുന്ന മേഖലകളെല്ലാം മാറി മറിയും. ഒരു നക്ഷത്രത്തിൻ്റെ ചുറ്റിലും ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെ പ്രധാനമായും 3ആയി തിരിക്കാം: ഹോട്ട് സോൺ, കോൾഡ് സോൺ, ഹാബിറ്റബിൾ സോൺ. ഈ 3 മേഖലകളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ നമ്മൾ മുൻപ് പല വീഡിയോകളിലും സംസാരിച്ചിട്ടുള്ളതാണ്. ഇവയിൽ അധികം ചൂടോ തണുപ്പോ ഏൽക്കാതെ മിതമായി മാത്രം ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്ന സൂര്യൻ്റെ വാസയോഗ്യമായ മേഖല അഥവാ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. എന്നാൽ സൂര്യപ്രകാശം 10% കൂടിക്കഴിയുമ്പോൾ ഈ മേഖലകളെല്ലാം മാറും. ഭൂമി ഹാബിറ്റബിൾ സോണിൽ നിന്നും സൂര്യൻ്റെ ഹോട്ട് സോണിലേക്ക് പോകും. അപ്പോൾ സൂര്യൻ്റെ തീവ്രമായ ചൂടേറ്റ് ഭൂമിയിലെ ജലം നീരാവിയായി മാറാൻ തുടങ്ങും. ആ ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജലജീവികളും ആവാസ വ്യവസ്ഥകളും പരിപൂർണമായും നശിക്കും. അങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന ഈ ജലനീരാവി മേഘങ്ങളായി മാറി പിന്നീട് മഴയായി പെയ്തിറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ മഴക്കാലത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഭൂമിയിലെ സമുദ്രജലം മുഴുവൻ നീരാവിയായി ആകാശത്തെത്തിക്കഴിയുമ്പോൾ ഈ മഴ തോരാതെ നിരന്തരം പെയ്തുകൊണ്ടേയിരിക്കും. മഴ പെയ്യുന്നതിന് മുൻപ് അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ഈ ജലകണികകൾ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് കാർബോണിക് ആസിഡായി മാറും. ഈ കാർബോണിക് ആസിഡ് കെമിക്കൽ വെതറിംഗ് എന്ന പ്രക്രിയ വഴി പാറകളെ ലയിപ്പിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യും. മഴവെള്ളം അന്തരീക്ഷത്തിലോ മണലിലോ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡുമായി സംയോജിച്ച് ദുർബലമായ കാർബോണിക് ആസിഡ് രൂപപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നിരന്തരം ഭൂമിയിൽ തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം എത്തിക്കഴിയുമ്പോൾ മഴയോടൊപ്പം ധാരാളമായി കാർബോണിക് ആസിഡ് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുകയും അതിൻ്റെ ഫലമായി കല്ലുകളും വലിയ പർവ്വതങ്ങളും അടക്കം അലിന് കാർബണേറ്റുകളായി മാറുകയും ചെയ്യും. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന വലിയ പർവ്വതനിരകളെല്ലാം അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയിലെ സമുദ്രജലം മുഴുവൻ അന്തരീക്ഷത്തിലെ നീരാവിയായി എത്തിക്കഴിയുന്നതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിക്കലർന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഗണ്യമായി കുറയാൻ തുടങ്ങും. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഫലമായി ഹരിത സസ്യങ്ങൾ, ആൽഗകൾ, ചില ഇനം ബാക്ടീരിയകൾ എന്നിവ സൂര്യനിൽ നിന്നുമുള്ള ഊർജം ഉപയോഗിച്ച് കാർബോഹൈഡ്രേറ്റുകൾ ആക്കി മാറ്റുന്ന പ്രക്രിയയായ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ വളരെയേറെ കുറയും. കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നതോടെ ഇത് മാത്രമല്ല സംഭവിക്കുക. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിക്കുന്ന ഈ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയുടെ ഉപ ഉൽപ്പന്നമാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവിനെ നിയന്ത്രിക്കുന്ന പ്രധാന പ്രക്രിയയായ ഈ ഫോട്ടോസിന്തസിസിന്റെ അളവ് കുറയുന്നതോടെ ഓക്സിജനെ ജീവവായുവായി ശ്വസിക്കുന്ന നമ്മൾ അടക്കമുള്ള സകല ജീവജാലങ്ങൾക്കും പിന്നീട് ജീവിക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടായി മാറും. വീണ്ടും 50 കോടി വർഷങ്ങളോടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഭൂമിയിലെ പച്ചപ്പ് മുഴുവൻ ഇല്ലാതാകാൻ തുടങ്ങും. ആ സമയമാകുമ്പോഴേക്കും ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ജീവജാലങ്ങൾക്കടക്കം വംശനാശങ്ങൾ സംഭവിച്ചു തുടങ്ങും. 250 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പരിപൂർണമായും ഇല്ലാതാവുകയും ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ള സകലതും നശിച്ചു പോവുകയും ചെയ്യും. ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ളവ മാത്രമല്ല, ആ സമയത്ത് ആകാശത്തും കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്ന സകല ജീവനും ഇല്ലാതാകും. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശനാശം സംഭവിക്കും. ജലവും പച്ചപ്പും ഇല്ലാതാകുന്നതോടെ ഇന്ന് നീലനിറത്തിൽ സുന്ദരിയായ നമ്മുടെ ഭൂമി അന്ന് ഉപരിതലം മുഴുവൻ വറ്റിവരണ്ട മരുഭൂമികൾ നിറഞ്ഞ് തവിട്ട് നിറമുള്ള വികൃത രൂപിയായി മാറും. ആ സമയത്ത് ഭൂമിയിലെ ശരാശരി താപനില എന്നത് 150 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായിരിക്കും.
ഏകദേശം 300 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഭൂമി ജീവൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ വറ്റി വരണ്ട് സൂര്യതാപമേറ്റ് ചുട്ടുപഴുത്ത് ഭൂമി രൂപം കൊണ്ട അതേ അവസ്ഥയിലെത്തും. ഒരു തീക്കട്ട പോലെയായി മാറും. ഇതിനോടൊപ്പം തന്നെ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നതിനോടൊപ്പം ഭൂമിക്ക് വേറെയും ചില മാറ്റങ്ങൾ സംഭവിക്കും. അതിന് കാരണം നമ്മുടെ ചന്ദ്രനാണ്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിക്ക് സമീപത്തു നിന്നും അന്ന് അനേകം കിലോമീറ്ററുകൾ അകലത്തിൽ എത്തിയിട്ടുണ്ടാകും. കാരണം ഇന്ന് ഓരോ വർഷം കഴിയുന്തോറും ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ശരാശരി 3.8 സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 300 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് ചന്ദ്രൻ മാറിപ്പോകും. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് ചന്ദ്രന് ഭൂമിയിൽ ചെലുത്തുവാൻ സാധിക്കുന്ന പ്രഭാവം ഒന്നും തന്നെ ഭൂമിയിൽ ചെലുത്തുവാൻ സാധിക്കുകയേയില്ല. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഭൂമിയിൽ ഒരു ആകർഷണം ചെലുത്തുന്നുണ്ട്. ഈ ആകർഷണം മൂലം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവിനെ സ്ഥിരപ്പെടുത്തി നിർത്തുവാനും സാധിക്കും. താരതമ്യേന സ്ഥിരതയുള്ള കാലാവസ്ഥ നിലനിർത്തുന്നതും ഇതേ ചന്ദ്രൻ മൂലം തന്നെയാണ്. ഈ സാന്നിധ്യം ഭൂമിയിൽ ഇല്ലാതാകുന്നതോടെ ഭൂമിയുടെ ചെരിവ് വീണ്ടും കൂടും. ഇതിൻ്റെ എല്ലാം ഫലമായി ഭൂമിയുടെ ഇന്നർ കോർ തണുക്കാൻ തുടങ്ങും. ഭൂമിയുടെ കോർ തിളച്ചു മറിയുന്നത് കൊണ്ടാണ് നമുക്ക് സംരക്ഷണമായി ഭൂമിക്ക് ചുറ്റിലും മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കുന്നത്. എന്നാൽ അകക്കാമ്പ് തണുത്തു തുടങ്ങിക്കഴിയുമ്പോൾ ഈ സംരക്ഷണം ഭൂമിക്ക് നഷ്ടമാകും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി വളരെയേറെ കുറയും. ആ സമയത്ത് സൂര്യൻ്റെ ശക്തിയേറിയ റേഡിയേഷനിൽ നിന്നും ദുർബലമായി പോയ മാഗ്നറ്റിക് ഫീൽഡിന് ഭൂമിയുടെ അന്തരീക്ഷത്തെ സംരക്ഷിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷം നശിച്ചു പോകും. ഏകദേശം 350 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഭൂമി ആകെ മാറും. പച്ചപ്പും ജലവും ജീവനും അന്തരീക്ഷവും ഒന്നുമില്ലാതെ വെറുമൊരു പാറക്കല്ല് മാത്രമാകും. ആ സമയമാകുമ്പോഴേക്കും സൂര്യൻ തൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടാകും. 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ വികസിക്കാൻ തുടങ്ങും. റെഡ് ജെയിൻ്റായി മാറും. ആ സമയത്ത് തൻ്റെ സമീപത്തുള്ള മെർക്കുറിയെയും വീനസിനെയും വിഴുങ്ങി സൂര്യൻ ഭൂമിയുടെ തൊട്ടടുത്ത് വരെ എത്തും. സൂര്യൻ്റെ അതിശക്തിയേറിയ ചൂടും ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയും മൂലം ഭൂമി സൂര്യനിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടും. അങ്ങനെ ഭൂമി പരിപൂർണമായും തകർന്ന് സൂര്യൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ഇല്ലാതെയാകും. ഇതാണ് ഭൂമിയുടെ അവസാനം. ഇന്ന് 454 കോടി വയസ്സ് പ്രായമുള്ള നമ്മുടെ ഭൂമിയെ തൻ്റെ അവസാന നാളുകളിൽ സൂര്യൻ വിഴുങ്ങി ഇല്ലാതെയാക്കും. ഭൂമിക്ക് മാത്രമല്ല, സൂര്യനും അവസാനമുണ്ട്. ഭൂമിയെ വിഴുങ്ങിയ സൂര്യൻ വീണ്ടും അമിത വേഗതയിൽ വലുതാകും. അവസാനം സൂര്യൻ്റെ പുറംഭാഗം മുഴുവൻ കോറിൽ നിന്നും വേർപെട്ട് വാതകവും പൊടിപടലങ്ങളുമുള്ള വലിയ നെബുലയായി മാറും. അതാണ് പ്ലാനിറ്ററി നെബുല. മിച്ചമുള്ള കോർഭാഗം വെള്ളക്കുള്ളൻ അഥവാ വൈറ്റ് ഡ്വാർഫ് എന്നായിരിക്കും അറിയപ്പെടുക. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ വെള്ളക്കുള്ളനിൽ നിന്നും എനർജി മുഴുവൻ നശിച്ച് അവസാനം സൂര്യൻ ഡാർക്ക് ഡ്വാർഫ് അഥവാ ഇരുണ്ട കുള്ളനായി മാറും. അങ്ങനെ സൂര്യനും അവസാനിക്കും. ഭൂമിയും സൂര്യനും മാത്രമല്ല, ഈ വിശാലമായ പ്രപഞ്ചം മുഴുവനും അവസാനിക്കും. പ്രപഞ്ചത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 3 തിയറികളാണ്. ഇവയിൽ ആദ്യത്തേത് ബിഗ് ഫ്രീസ് എന്ന തിയറിയാണ്. ഹീറ്റ് ഡെത്ത് എന്നും ബിഗ് ചിൽ എന്നുമെല്ലാം ഇതറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ അമിത വേഗതയിലുള്ള ഈ പ്രപഞ്ച വികാസം മൂലം ഗ്യാലക്സികളെല്ലാം പരസ്പരം ഒരുപാട് അകലത്തിൽ എത്തിച്ചേരും. ഗ്യാലക്സികൾ മാത്രമല്ല, അവയ്ക്കുള്ളിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളുമെല്ലാം കാലങ്ങൾ കഴിയുന്തോറും നമുക്ക് ഇന്നേ വരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഡാർക്ക് എനർജി മൂലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും ശക്തമായ എക്സ്പാൻഷൻ സംഭവിക്കും. ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ വാതകങ്ങളും ക്ലൗഡ്സുമെല്ലാം ഒരുപാട് അകലത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുകയേയില്ല. അങ്ങനെ പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൗരയൂഥങ്ങളും ഒന്നും തന്നെ രൂപം കൊള്ളാതെയാകും. കൂടാതെ അന്ന് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന നക്ഷത്രങ്ങൾ എല്ലാം സൂര്യനെ പോലെ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ നക്ഷത്രങ്ങളൊന്നുമില്ലാതെയാകും. ഇതിൻ്റെ ഫലമായി പ്രപഞ്ചത്തിൻ്റെ താപനില ഒരുപാട് കുറയും. അവസാനം അബ്സല്യൂട്ട് സീറോ എന്ന അവസ്ഥയിലെത്തും. പ്രപഞ്ചത്തിലെ മുഴുവൻ താപനിലയും അബ്സല്യൂട്ട് സീറോയായി കഴിയുമ്പോൾ പ്രപഞ്ചത്തിൽ മിച്ചമുള്ള ഒരു വസ്തുവിനും ഇലക്ട്രോണുകൾക്ക് പോലും ചലിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാകും. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിശ്ചലമാകും. അതോടെ
ഈ പ്രപഞ്ചം അവസാനിക്കും. പ്രപഞ്ചം അവസാനിക്കും എന്ന് പറയപ്പെടുന്ന മറ്റൊരു തിയറിയാണ് ബിഗ് റിബ്. ഈ തിയറിയിലും പ്രപഞ്ചം അവസാനിക്കുന്നത് ഡാർക്ക് എനർജി മൂലമാണ്. ഡാർക്ക് എനർജി മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച വികാസം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അന്തകൻ. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ച വികാസത്തിൻ്റെ വേഗത അമിതമായി വർദ്ധിക്കും. അങ്ങനെ വേഗത കൂടിക്കൂടി പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും പരസ്പരം അകന്നു പോകും. ഒരു വസ്തുവിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിന് മറ്റൊരു വസ്തുവിനെ ചേർത്ത് നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയെത്തും. അങ്ങനെ ഗാലക്സികളും നക്ഷത്രങ്ങളും സകല ബഹിരാകാശ വസ്തുക്കളും പരസ്പരം അകന്നു പോകും. എല്ലാവരും അകന്നുപോയി കഴിയുമ്പോൾ ഓരോന്നും പതിയെ പതിയെ നശിക്കും. ഈ ഒരു സമയം എത്തിക്കഴിയുമ്പോൾ ആറ്റവും ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം വേർതിരിഞ്ഞ് അകന്നു പോകും. അങ്ങനെ അവസാനം ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ലാതെയാകും. പ്രപഞ്ചം അങ്ങനെ അവസാനിക്കും. മൂന്നാമത്തെ തിയറിയായ ബിഗ് ക്രഞ്ച് ഇവയിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. കാലങ്ങൾ കഴിയുന്തോറും ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരികയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗുരുത്വാകർഷണ ബലം പ്രപഞ്ച വികാസത്തിൻ്റെ വേഗതയെ തന്നെ കുറയ്ക്കുകയും ചെയ്യും. ഗുരുത്വാകർഷണ ബലവും പ്രപഞ്ച വികാസത്തിൻ്റെ വേഗതയും തുല്യ ശക്തികളായി മാറുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ വികാസം നിലയ്ക്കും. വീണ്ടും ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തി കൂടി വരുന്നതിനോടനുസരിച്ച് പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങും. കോടിക്കണക്കിന് ഗാലക്സികൾ തമ്മിൽ കൂട്ടിമുട്ടും. അവയ്ക്കുള്ളിലുള്ള ഗ്രഹങ്ങളും പരസ്പരം കൂട്ടിയിടിക്കും. ആ ഗ്രഹങ്ങളെല്ലാം നക്ഷത്രങ്ങൾക്കുള്ളിലേക്ക് പോകും. നക്ഷത്രങ്ങൾ വലിയ ബ്ലാക്ക് ഹോളുകൾക്കുള്ളിലേക്ക് പോകും. ബ്ലാക്ക് ഹോളുകളെല്ലാം കൂടിച്ചേർന്ന് അതിഭീകരമായ വലിയൊരു ബ്ലാക്ക് ഹോളായി മാറും. ആ വലിയ ബ്ലാക്ക് ഹോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങും. അപ്പോൾ പ്രപഞ്ചത്തിൽ ഈ ബ്ലാക്ക് ഹോൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. വീണ്ടും മുന്നോട്ട് പോകുന്തോറും ഈ ബ്ലാക്ക് ഹോൾ ചുരുങ്ങാൻ തുടങ്ങും. അവസാനം ഇതൊരു സിംഗുലാരിറ്റി പോയിൻ്റായി മാറും. അതായത് ബിഗ് ബാങ് സംഭവിച്ച സമയത്തെ അതേ അവസ്ഥ. ബിഗ് ബാങ് സംഭവിച്ച് വികസിക്കാൻ തുടങ്ങിയ ഈ പ്രപഞ്ചം അവസാനം വികസിച്ച് അതേ അവസ്ഥയിൽ തന്നെ എത്തിച്ചേരും. അതിനുശേഷം വീണ്ടും ബിഗ് ബാങ് സംഭവിച്ച് പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങും. അവസാനം പ്രപഞ്ചം ഒരു സിംഗുലാരിറ്റി പോയിൻ്റായി മാറും. വീണ്ടും ബിഗ് ബാങ് സംഭവിക്കും. അങ്ങനെ ഈ പ്രക്രിയ ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഈ 3 സിദ്ധാന്തങ്ങളിൽ ആദ്യത്തെ സിദ്ധാന്തമായ ബിഗ് ഫ്രീസ് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഗവേഷകർ പറയുന്നത്. നമ്മൾ വസിക്കുന്ന ഈ ഭൂമി എങ്ങനെയാണ് നശിച്ച് പ്രപഞ്ചത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ പോകുന്നത് എന്നും സൂര്യൻ നശിക്കുന്നത് എങ്ങനെയാണ് എന്നും ഈ വിശാലമായ പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്നുമെല്ലാം നമ്മൾ കണ്ടു. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.